ഇനിയെങ്കിലും നമുക്ക് ഈ AMM എന്നൊന്നും ബുദ്ധിമുട്ടി വിളിക്കണ്ട. അമ്മ എന്ന് നല്ലൊരു പേരുണ്ടല്ലോ നമ്മുടെ മലയാളത്തിൽ മനോഹരമായി ഇട്ടിരിക്കുന്ന, പിന്നീട് അതിനൊരു ഫുൾ ഫോം കണ്ടെത്തിയ അമ്മ എന്ന പേരുണ്ട്. ഈ അമ്മയൊന്ന് മോശമാക്കാൻ അമ്മ എന്ന വാക്ക് അവരോട് ചേർത്ത് പറയുന്നതൊക്കെ കരുതുന്നതിന് അർത്ഥമില്ല. അമ്മ ചെയ്ത ഒരുപാട് സേവന പ്രവർത്തികളുണ്ട്. അമ്മ ഇല്ലാണ്ടായ പിന്നെ അമ്മയൊന്ന് വിളിക്കാൻ കൊതിക്കും. ഞാൻ AMM എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അമ്മ എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. രാഹുലിന് വേണമെങ്കിൽ അമ്മ എന്ന് വിളിക്കാം. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. അമ്മ എന്ന സംഘടന ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എന്നാ പിന്നെ നീ ഇത് പിടിമോനെ. കൂടുള്ളവരോടക്കം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ രാജിവെക്കുകയും എന്നാൽ കൈനീട്ടം അടക്കമുള്ള കാര്യങ്ങൾ 125ഓളം പേർക്ക് 5000 രൂപ പെർ മന്ത് ഉള്ള കൈനീട്ടം അടക്കം കണ്ടിന്യൂ ചെയ്യുന്നു പറയുകയാണ് അവർ ചെയ്തത്. ആണോ? കുഴപ്പമില്ല. ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാട്ടുക, അമ്മ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ അമ്മ ചെയ്ത മുന്നേറ്റങ്ങളെ ഒന്നും നമ്മൾ കാണാതിരിക്കണം. ഉദാഹരണം, ഒരു ഇൻഡസ്ട്രി മുഴുവൻ ഒരുമിച്ച് വന്ന് 2020 ഒരു സിനിമ എടുക്കുക. പൊങ്ങച്ചം പറയാതെ കാര്യം പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. നേതാക്കളുടെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഹേമ കമ്മിറ്റിയിൽ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സംഘടനയാണ് ഒളിച്ചോടിയത്. അത് മാത്രമല്ല, അവിടെ നിന്ന് ഇപ്പോൾ വിമത നീക്കം ഉണ്ടാവുകയാണ്. ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റൂല. വലിയ വാക്കുകളാണ്. അല്ലല്ല, ജോസ് തോമസ് കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ സെക്രട്ടറിനെ മാറ്റി വേറൊരാളെ വെക്കുക എന്നതല്ലാതെ ആ സംഘടനയെ, അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റീനെ, ജനറൽ ബോഡി വിളിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റീനെ മുഴുവൻ ആളുകളും രാജിവെച്ച് പോകുക എന്ന് പറയുന്നത് എന്തൊരു അബ്സർഡിറ്റിയാണ്. സത്യത്തിൽ എനിക്ക് വിവരമില്ലേ? ഇല്ല. അങ്ങനത്തെ അനിശ്ചിതത്വത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ എന്നെ നിങ്ങൾക്കറിയില്ലേ എന്ന് മാത്രം ഒരു പ്രസിഡന്റ് പറയുകയാണ്. എന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന മെമ്പർമാർക്ക് എന്താ ആവശ്യം? ഈ മോഹൻലാൽ എന്ന മഹാനടൻ ഏറ്റവും താഴ്മയോടുകൂടി ഇതിനേക്കാൾ എളിമ ഒരാൾക്ക് പറ്റില്ല, ഭൂമിയോളം താഴ്ന്നു എന്ന് പറയുകയാണ്. ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അന്യരായത്? പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമുക്ക് ഒരുമിച്ച് നിന്ന് പരിഹരിക്കാം. അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ. ശ്രീ രഞ്ജിത്ത് രാജിവെച്ചില്ല, അത് കാരണം പുള്ളി കുറ്റക്കാരനാണ്. ശ്രീ സിദ്ദിഖ് രാജിവെച്ചു, അത് കാരണവും പുള്ളി കുറ്റക്കാരനാണ്. രാജിവെച്ചാൽ കുറ്റം, രാജിവെച്ചില്ലെങ്കിൽ കുറ്റം. എന്ത് ചെയ്താലും ഇവരെല്ലാം കുറ്റം പറയുന്ന ഒരു മനോഭാവം ശരിയാണോ? കളിയാക്കാൻ മാത്രം അറിയാവുന്ന പൂർ ഇന്ത്യൻസ്